പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങൾ ലംഘിച്ച് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. ഞങ്ങളുടെ അമ്മയും മധ്യസ്ഥയുമായ കൊരട്ടിമുത്തി വഴി ഞങ്ങൾ യാചിക്കുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി അങ്ങ് പാപരഹിതയായി ജനിച്ചവളും ജീവിച്ചവളുമായതിനാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സമ്പന്നയും അനുഗ്രഹീതയുമായല്ലോ. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും പാപവും പാപമാർഗവും ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും ദൈവമായി ഏറ്റുപറഞ്ഞ് നിർമ്മല ഹൃദയരും ജീവിത വിശുദ്ധിയുള്ളവരും ദൈവാനുഭവമുള്ളവരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലുക. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഉച്ചരിച്ചുകൊണ്ട് തിരുമനസ്സിന് വിധേയാവുകയും തിരുപുത്രൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തുവല്ലോ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ദൈവഹിതം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ. ആമീൻ. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലുക. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഇളയമ്മയായ എലിസബത്തിനെ സഹായിക്കാനും കാനായിലെ കുടുംബത്തെ മാനഹാനിയിൽ നിന്ന് രക്ഷിക്കാനും താല്പര്യം കാണിച്ചുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അമ്മ ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ. മറ്റുള്ളവരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുവാനും താല്പര്യവും നല്ല മനസ്സും ഞങ്ങൾക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലുക. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഹെറോദോസിൻ്റെ കൈകളിൽ നിന്നും ഉണ്ണിയേശുവിനെ രക്ഷിക്കുവാൻ വളരെയേറെ പ്രയാസങ്ങളും ബാലനായ യേശുവിനെ കാണാതായപ്പോൾ മനക്ലേശവും അനുഭവിച്ചുവല്ലോ. മനുഷ്യജീവൻ്റെ വില മനസ്സിലാക്കി ഭ്രൂണഹത്യ എന്ന ക്രൂരത ചെയ്യാതിരിക്കുവാനും മനുഷ്യജീവനെ വിലമതിക്കുവാനും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന യുവതി യുവാക്കളെ യേശുവിൽ ഒന്നിപ്പിക്കുവാനും വേണ്ട കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും യേശു വളർന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും വളരുവാൻ കൃപയരുളണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 10 പ്രാവശ്യം ചൊല്ലുക. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി തിരുകുടുംബത്തിൻ്റെ നാഥേ, അങ്ങ് വിശ്വസ്തയായ ഭാര്യയും ദൈവോത്രന്റെ മാതാവുമായിരുന്നുവല്ലോ. പരിശുദ്ധമായ ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബജീവിതം നയിക്കുവാനുള്ള യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ നൽകി അനുഗ്രഹിക്കണമേ. മക്കളില്ലാതെ മനക്ലേശം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകണമേ. സുഖപ്രസവം ആഗ്രഹിക്കുന്ന ഗർഭിണികളെ സഹായിക്കണമേ. കുടുംബജീവിതക്കാർ മാതൃക ജീവിതം നയിക്കുന്നവരാകട്ടെ. കുടുംബ സമാധാനമില്ലാത്തവർ മിശിഹായുടെ സ്നേഹം അനുഭവിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമേ. തൊഴിലില്ലാതെ വലയുന്നവർക്ക് ഉപജീവനത്തിനു വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ കാണിച്ചു കൊടുക്കണമേ. ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്നവരെ സൗഖ്യം നൽകി ആശ്വസിപ്പിക്കണമേ. വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ എപ്പോഴും എന്നേക്കും. പരിശുദ്ധ അമ്മേ, കൊരട്ടിമുത്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറ്റു നിയോഗങ്ങൾ മൗനമായി അമ്മയുടെ പക്കൽ സമർപ്പിക്കുക.